അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത്, ഇപ്പോൾ ചെറിയ സൂറത്തുകൾ കാണാതെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. വലിയ സൂറത്തുകൾ ചെറുതൊക്കെ പഠിച്ചു വലിയ സൂറത്തുകൾ ഇതേപോലെ കാണാതെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു 3 ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഖുർആനിൽ ഒരു ആയത്ത് കാണാതെ പഠിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ആയത്ത് കാണാതെ പഠിക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു ആയത്ത് നിങ്ങൾ 10 പ്രാവശ്യമെങ്കിലും നാളിറ ഓതണം. അതായത് കണ്ട് നിങ്ങളൊരു 10 പ്രാവശ്യമെങ്കിലും വായിക്കണം. ഇങ്ങനെ വായിക്കുന്നത് പിന്നീട് നിങ്ങൾ ഈ ഒരു ആയത്ത് കാണാതെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഈ നാളിറ വായിച്ച് കഴിയുമ്പോൾ ഈ ഒരു ആയത്ത് നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ മനസ്സിൽ പതിയും. അതേപോലെ തന്നെ ഇത് ഉറക്കെയാണ് നിങ്ങൾ വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആയത്തിലുള്ള കുറേ വാക്കുകൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരായത്ത് പഠിക്കുന്നതിന് മുൻപായി ആ ഒരു ആയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കണം. യൂട്യൂബിലോ മറ്റോ ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ആയത്തൊന്ന് കേൾക്കണം. ഇത് നിങ്ങൾ ഓതുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നതിൽ എന്തെങ്കിലും തെറ്റ് പഠിക്കാതിരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ആയത്ത് പഠിച്ചതിന് ശേഷം അറിയാവുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് കേൾപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഹാഫിളത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഹാഫിളായ ഒരാളെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഈ സൂറത്തെല്ലാം വളരെ വൃത്തിയായി അറിയാവുന്ന ഒരാളെ നിങ്ങൾ ഈ ഒരു ആയത്ത് പഠിച്ചതിന് ശേഷം കേൾപ്പിക്കുന്നത് ബെറ്റർ ആണ്. കാരണം നിങ്ങൾ പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ തിരുത്തി തരാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ടിപ്പ്, ഒരു പ്രയാസം എന്ന് പറയുന്നത്, വലിയ ആയത്തുകൾ, ഖുർആനിൽ വരുന്ന വലിയ ആയത്തുകൾ എങ്ങനെയാണ് പഠിക്കുക, വലിയ ആയത്ത് നമ്മൾ എങ്ങനെ പഠിക്കും, അതിനൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പോൾ സിറാത്തുല്ലദീന തൊട്ട് തുടങ്ങുന്ന ഒരു ആയത്ത് എന്ന് പറയുന്നത് അതൊരു വലിയ ആയത്താണ്. അപ്പോൾ നമ്മളിതെങ്ങനെ കാണാതെ പഠിക്കും? നമ്മൾ ആ ആയത്തിനെ 2ആയോ 3ആയോ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് വേണം പഠിക്കാൻ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്തത് ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈരിൽ മഗ്ദൂബി അലൈഹിം. ഇങ്ങനെ പഠിക്കണം. എന്നിട്ട് ഇത് രണ്ടും പഠിച്ചതിന് ശേഷം സിറാത്തുല്ലദീന ഇതും കൂടി ഒരുമിച്ച് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതായത് വലിയ ആയത്ത് പഠിക്കുന്ന സമയത്ത് മുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അത് കുറച്ചുകൂടി ഓർമ്മ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രധാനപ്പെട്ടിട്ടുള്ള 3 ടിപ്പ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. ഇതുപോലെ കുറേ വീഡിയോസ് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.